ഹലോ ഹായ് വെൽക്കം ടു എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പം നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറക്റ്റ് എനർജി. ഓക്കെ, അവരുടെ തോട്ട്സ് ഉണ്ടാകും, സിറ്റുവേഷൻ ഉണ്ടാകും, നെക്സ്റ്റ് ആക്ഷൻ ഉണ്ടാകും. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ പേഴ്സൻ്റെ കറന്റ് എനർജി എന്താണ്? ഫസ്റ്റ് എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഇത് 10 ഓഫ് കപ്സ് എന്ന കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണിത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഡിവൈനിങ് ലവ് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കും എന്നുള്ളത് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ എനർജിയിൽ അവരിപ്പം ഫാമിലീൻ്റെ കൂടെ കുറച്ച് ഹാപ്പി ആയിട്ട് നടക്കുന്ന ഒരു എനർജിയിലാണ്. ദാറ്റ് മീൻസ് നിങ്ങളുടെ ഇടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. ഫാമിലീൻ്റെ കൂടെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു എനർജി ഉണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു ഫുൾഫിൽമെൻറ്റ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ സിറ്റുവേഷൻ ഇപ്പോൾ എന്താണോ ആ സിറ്റുവേഷൻ്റെ കൂടെ അവർക്ക് ഹാപ്പി ആയിട്ട് ഇരുന്നേ പറ്റത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണോ നിങ്ങളുടെ ഇടയിലെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്, അവരുടെ ഫാമിലി ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താണെങ്കിലും അവർ ആ ഒരു ചുറ്റുപാടിൽ വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇന്നർ ഹാപ്പിനെസ് അവർക്കുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. അവരുടെ ഡ്രീം കംപ്ലീറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ, മീൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ടുള്ള ആ ഒരു ഡ്രീം കംപ്ലീറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം സ്റ്റിൽ അവർക്ക് നിൽക്കണടുത്ത് അവർക്കിങ്ങനെ ഹാപ്പി ആയിട്ട് നിന്നേ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. മേ ബി അതൊരു അഭിനയമായിരിക്കാം, ആരെങ്കിലുമൊക്കെ കാണിക്കാനുള്ളൊരു അഭിനയമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ആ പേഴ്സൺ അങ്ങനെ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, അതായത് അവർക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ അവരതങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്ന രീതിയിൽ ഇങ്ങനെ സ്റ്റാറ്റസ് വെക്കുക, അല്ലെങ്കിൽ വിളിക്കുകയാണെങ്കിൽ ഞാൻ ഒരു കുഴപ്പമില്ലാത്ത പോലെ സംസാരിക്കുക, അങ്ങനെയൊക്കെ നിൽക്കുന്നതായിരിക്കും. ഡബിൾ കാർഡ് വന്നിട്ടുണ്ട്. ആ കാർഡ് അങ്ങനെ കാണിച്ചു തരാൻ പറ്റില്ല. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ആർഗ്യുമെൻറ്റ് ചെയ്തായിരിക്കും, അവരെ കുറ്റപ്പെടുത്തി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ഇപ്പോഴും അവരുടെ ഉള്ളിൽ അതൊക്കെ ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ അവരൊരു കൺട്രോളിങ്ങിൽ കുടുങ്ങിക്കിടക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ബ്ലാക്ക് മാജിക് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഫാമിലി അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടല്ലോ, അങ്ങനത്തെ സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ട് നിൽക്കുക, കൺട്രോൾ ചെയ്ത് വെക്കുക, അവരെ കൺട്രോൾ ചെയ്ത് വെക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാതെ കൺട്രോൾ ചെയ്ത് വെക്കുക. ഇപ്പം നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇപ്പം തേർഡ് പാർട്ടിക്ക് അറിയുകയാണെങ്കിൽ അവർ ചിലപ്പം എന്തെങ്കിലും തരത്തിൽ അവരെ കൺട്രോൾ ചെയ്ത് വെക്കുന്നുണ്ടാകും. അതാണ് ഞാൻ പറഞ്ഞത്. മേ ബി ബ്ലാക്ക് മാജിക് യൂസ് ചെയ്യുമായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്യുക, അല്ലെങ്കിൽ പറഞ്ഞിങ്ങനെ പിടിച്ചു വെക്കുന്ന ഒരു എനർജിയാണ്, കൺട്രോളിങ് ആണ് കാണുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ അപ്പോൾ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാകുന്നത്. അപ്പോൾ ആ ഒരു എനർജിയിലാണ് ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ കൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. സൺ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിലൊരു, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഒരു സ്പിരിച്വൽ കണക്ഷൻ ഉണ്ട് എന്നുള്ളത്. സോ നിങ്ങൾ തമ്മിലൊരു സോൾ കണക്ഷൻ ഉണ്ട്. അത് ട്വിൻ ഫ്ലെയിം ആകാം, എങ്ങനെ വേണമെങ്കിലും ആകാം. അങ്ങനെ ഒരു കണക്ഷൻ നിങ്ങൾ തമ്മിലുണ്ട്. ഒരു സെലിബ്രേഷൻ നിങ്ങളുമായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ഫുൾഫിൽമെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ കൂടെയുള്ള ഡ്രീം കംപ്ലീറ്റ് ആക്കണം എന്നുള്ളത് അവർ തുടക്കം പറഞ്ഞ പോലെ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ റീയൂണിയന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളാണ്. കോണ്ടാക്റ്റൊന്നുമില്ല, പ്രശ്നങ്ങളിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു റീയൂണിയൻ ഇവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതിലൊരു ഹാപ്പിനെസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ഈ പേഴ്സൺ ആ ഓപ്പോസിറ്റ് നിൽക്കുന്നത് തന്നെ അവരെ മാനിപ്പുലേറ്റ് ചെയ്യാനാണെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്.
അതായത് അവർ കൺട്രോൾ ചെയ്ത് വെക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് ചെയ്യേണ്ട കാര്യമാണല്ലോ എന്നുള്ള രീതിയിൽ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒന്നുമില്ലാത്ത രീതിയിൽ നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണിച്ചു തരുന്നത്. 4 ഓഫ് വൺസ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷനകത്ത് അവർ സെലിബ്രേറ്റ് ചെയ്ത് നടക്കുന്ന തന്നെയാണ് കാണുന്നത്. പക്ഷേ നിങ്ങളുമായിട്ട് എന്തെങ്കിലും മാരേജ് കാര്യങ്ങളൊക്കെ അവർ വാക്കുകൾ തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഡ്രീം അവരുടെ ഉള്ളിലുണ്ട്. ആ തോട്ട്സ് അവർക്ക് പോകുന്നുണ്ട്. നിങ്ങളുടെ കൂടെയുള്ളൊരു ലൈഫ് അവർ ഡ്രീം ചെയ്യുന്നുണ്ട്. എൻഗേജ്മെൻറ്റ് ഓർ മാരേജ് പോലെയുള്ള കാര്യങ്ങൾ. നിങ്ങൾ കുറേ പേര് ട്വിൻ ഫ്ലെയിം ജേർണിയിലൂടെ കടന്നു പോകുന്ന ആളുകൾ ഉണ്ടാകാം. കാരണം ഈ ഒരു കാർഡ് ട്വിൻ ഫ്ലെയിം ജേർണീസ് ഒരു കണക്ഷൻ കാണിച്ചു തരുന്നതാണ്. ആൻഡ് അതേപോലെ തന്നെ ഇത് റിയൂണിയൻ കാണിച്ചു തരുന്നുണ്ട്. എഗെയിൻ നിങ്ങൾക്ക് റിയൂണിയൻ പോസിബിലിറ്റി ആണ് പറയുന്നത്. മേ ബി നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം, ഇല്ലെങ്കിൽ നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാം. ആൻഡ് അതേപോലെ തന്നെ നിങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഫാമിലി മെമ്പേഴ്സ്, അതായത് പാരൻസ് ഒക്കെ നിങ്ങളുടെ ഇടയിൽ മാരേജിനൊക്കെ പ്രോബ്ലം നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു പോസിറ്റീവ് റിസൾട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. എൻഗേജ്മെൻറ്റ് ഓർ തീരുമാനം വരിക എന്നുള്ളത്. ക്യൂൻ ഓഫ് കപ്സ് ആണ്. ഒരുപാട് ഇമോഷൻസ് നിങ്ങളുടെ വ്യക്തിക്കുണ്ട്. ഇമോഷണലി നിങ്ങളടുത്ത് കണക്റ്റ് ആവുന്നുണ്ട്. അവർക്ക് ഒരുപാട് ഫീലിങ്സ് ഉണ്ട്. പക്ഷെ അവർ ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. അവരതിനെയൊക്കെ കൺട്രോൾ ചെയ്ത് വെക്കുകയാണ്. അവരതിനെ പുറത്തോട്ടൊന്നും വിടാനൊന്നും തയ്യാറല്ല. എല്ലാം ഉള്ളിൽ ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കുന്നത്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാകാം. തുടക്കം നിങ്ങളടുത്ത് ഒരുപാട് സ്നേഹം കാണിച്ച, ഒരുപാട് ഓപ്പൺ ആയിട്ട് സ്നേഹം കാണിച്ച ഒരാൾ ഇപ്പം അങ്ങനത്തെ സ്നേഹം ഒന്നും കാണിക്കാതിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അവർക്ക് ഫീലിങ്സ് ഉണ്ട്, അവർക്ക് ഇമോഷൻസ് ഉണ്ട്. പക്ഷെ അതെല്ലാം അവർ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. അതായത് ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ് ആള്. ഒരു കംഫർട്ട് സോണിൽ ഇരിക്കുന്നത് പോലെയാണ് അവരിപ്പോൾ നിങ്ങളടുത്ത് കാണിച്ചു തരുന്നുണ്ട്. അതായത് ഇപ്പോൾ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ തേർഡ് പാർട്ടിയിൽ ഞാൻ ഓക്കെ ആണ്, അല്ലെങ്കിൽ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള രീതിയിൽ അവരിയ്ക്കുന്ന ഒരു എനർജിയാണ്. അവർക്ക് അവിടെ കെയറിങ് കിട്ടുന്നത് പോലെ അവർക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഉള്ള കാര്യങ്ങൾ ഹീലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള അവസ്ഥകൾ ഹീലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഹീലിംഗ് നടക്കുന്നത് കൊണ്ടായിരിക്കാം ഇവിടെ നിങ്ങൾക്ക് റിയൂണിയൻ പോസിബിലിറ്റി നമുക്ക് 2 പ്രാവശ്യം കണ്ടത്. പക്ഷേ ഇവിടെ കൺട്രോളിംഗ് ആയിട്ടുള്ള തേർഡ് പാർട്ടി കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതൊരു ബ്ലോക്ക് എനർജി തന്നെയാണ്. ഇവിടെ എഗെയിൻ 2 ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. എഗെയിൻ നിങ്ങളുടെ ഒരു സോൾ കണക്ഷൻ ഇവിടെ കാണിച്ചു തരുവാണ്. റിയൂണിയൻ പോസിബിലിറ്റി കാണിച്ചു തരുന്നതാണ്. മേ ബി നിങ്ങളിലേക്ക് ഈ പേഴ്സൺ തിരിച്ചു വന്നിട്ടുണ്ടാകാം. ഓക്കെ, വളരെയധികം അട്രാക്ഷൻ നിങ്ങളടുത്ത് ഉണ്ട്. നിങ്ങൾ എഗെയിൻ പ്രപ്പോസ് ചെയ്യണമെന്നുണ്ട്. മാരേജ് പോസിബിലിറ്റി ആണ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ മാരേജ് ഒക്കെ മുടങ്ങി നിൽക്കുന്ന ആളുകളാണ്. പ്രശ്നങ്ങൾ തേർഡ് പാർട്ടി കാരണമാണെങ്കിൽ ആ എൻഗേജ്മെൻറ്റ് മാരേജ് പോലത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് 2 പേർക്കും ഒരേപോലത്തെ മ്യൂച്വൽ ആയിട്ടുള്ളൊരു അട്രാക്ഷൻ വരുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അതേ ഫീലിങ്സ് ആ പേഴ്സണ് തോന്നുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മേ ബി അത് ചേസ് ചെയ്ത് അല്ലെങ്കിൽ അവരെ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി പോകുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ ഈ പേഴ്സൺ അത് ഒരിക്കലും പുറത്തോട്ട് വിടുന്നില്ല. അവരത് ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. മ്യൂച്വൽ ആയിട്ടുള്ളൊരു അട്രാക്ഷൻ തന്നെയാണ് ഇവിടെ ഉള്ളത്. നിങ്ങളുടെ സെയിം ഫീലിങ്സ് ആണ് അവർക്കും ഉള്ളത്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും എൻ്റെ ഈ തോട്ട്സ് എനിക്ക് മാത്രമാണുള്ളത്, ഞാൻ മാത്രമാണ് വേദനിക്കുന്നത്, അവർക്ക് ഒരു കുഴപ്പമില്ല, അവർ ഹാപ്പി ആയിട്ട് നടക്കുകയാണെന്നൊക്കെയുള്ള നിങ്ങൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. അവരുടെ ഒരു കോൺഷ്യസ് മൈൻഡിൽ അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിനകത്തുള്ള ഫീലിങ്സ് എന്ന് പറയുന്നത് ഒരിക്കലും പുറത്ത് കാണിക്കുന്നതുമില്ല. എന്നാൽ അവർ വേറെ ആൾക്കത് കണ്ടാൽ തിരിച്ചറിയാനും പറ്റത്തില്ല. 9 ഓഫ് വൺസ് വന്നിട്ടുണ്ട്. ഇത് അവരുടെ ഒരു സിറ്റുവേഷനാണ്. അതായത് ഓവറായിട്ട് തിങ്ക് ചെയ്തിട്ട് അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ഇപ്പം ഭയങ്കരമായിട്ട് തോട്ട്സിനെ ഇങ്ങനെ കൊണ്ട് നടക്കുക. ഇപ്പം തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ആ കൺട്രോളിൽ നിൽക്കുമ്പോൾ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ ആ ഒരു ഫീലിംഗ് കാരണമായിരിക്കാം അവർക്ക് ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥതകൾ വരിക, ഹെൽത്ത് ഇഷ്യൂസ് വരിക, ഹെഡ് പെയിൻ വരിക, അങ്ങനത്തെ അവസ്ഥകൾ വരുന്നത്. അതായത് തേർഡ് പാർട്ടി കാരണമാണ് ഇവർക്ക് ഇങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് പോലത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. 2 ഓഫ് സോർട്സ് ആണ്. കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് നിങ്ങളുടെ വ്യക്തി. ഇപ്പോഴും ഡിസിഷൻ എടുക്കാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളെപ്പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. സോ നിങ്ങളിലേക്കൊരു തീരുമാനം എടുക്കാൻ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചോയ്സ് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. നല്ല രീതിക്ക് അവർ തിങ്ക് ചെയ്യുന്നുണ്ട് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്.
പക്ഷേ അവരുടെ തീരുമാനം വരുന്നത് നിങ്ങളുടെ കൂടെയുള്ള ഒരു ലൈഫാണ്, നിങ്ങളുടെ കൂടെ എങ്ങനെ ജീവിക്കണം എന്നൊക്കെയുള്ള രീതിയിലാണ് അവർ മെയിനായിട്ട് അവർ ചിന്തിക്കുന്നത്. പക്ഷെ അവർക്കൊരു ഡിസിഷൻ എടുത്ത് മൂവ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്, ആ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന തേർഡ് പാർട്ടിയോട് അവർക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട്, അതുകൊണ്ടാണ്. 6 ഓഫ് കപ്സ് ആണ്. ഇപ്പം നിങ്ങളുടെ പേഴ്സൺ നടക്കുന്നത് ഇമ്മച്വേർഡ് ആയിട്ടാണ്, അതായത് ഒരു കുട്ടിത്തം നിറഞ്ഞൊരു അങ്ങനെയുള്ളൊരു ബിഹേവിയർ ആണ് നിങ്ങളുടെ പേഴ്സൺ നടത്തുന്നത്. ഒരുപാട് മെമ്മറീസുകൾ അവർക്കുണ്ട്, നൊസ്റ്റ് പോലെ കൊണ്ട് നടക്കുകയാണ് അവർ നിങ്ങളുടെ കൂടെയുള്ള മെമ്മറീസ്. ഓക്കെ, അതായത് പാസ്റ്റിലെ കാര്യങ്ങൾ ഒരിക്കലും അവർ വിട്ട് കളഞ്ഞിട്ടില്ല, ഇപ്പോഴും അവർ അത് ഇങ്ങനെ ഓർത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അവരത് മനസ്സിൽ ഭയങ്കരമായിട്ടും ആ ഒരു മെമ്മറീസ് എല്ലാം തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട്. നൈറ്റ് ഓഫ് വൺസ് ആണ്. ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് എത്തുന്നുണ്ട്, അതായത് ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നുള്ള ചില ആക്ഷൻസ്, മേ ബി അത് ബ്ലോക്ക് ആണെങ്കിൽ ബ്ലോക്ക് അഴിക്കുന്നതായിരിക്കാം, ഷെയർ ചെയ്യുന്നതായിരിക്കാം, നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പറയുന്നതായിരിക്കാം. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെറുതായിട്ട് നിങ്ങളിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് എത്തുന്നുണ്ട്. നിങ്ങളടുത്ത് വളരെയധികം ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള സെക്ഷുവലി അങ്ങനെയൊക്കെയുള്ള ഫീലിങ്സ് അവർക്ക് നല്ല രീതിക്ക് വരുന്നുണ്ട്. മേ ബി നിങ്ങൾ തമ്മിലുള്ളൊരു കണക്ഷൻ അത്രയും സ്ട്രോങ് ആയിട്ട് ഉണ്ടായിരുന്നിട്ടുണ്ടാവാം, അതുകൊണ്ടായിരിക്കാം. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടാണ്. കിങ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. ഇത്രയും നാളും അവർക്കൊരു ഈഗോ ക്ലാഷ് ഒക്കെ ഉണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത്, പക്ഷെ ഇപ്പം അതൊന്നുമില്ല. ഇപ്പം എങ്ങനെയെങ്കിലും ഒന്ന് നേടിയെടുത്താൽ മതി, തേർഡ് പാർട്ടിയുടെ അവസ്ഥകൾ ഒന്ന് മാറിയാൽ മതി എന്നുള്ള ചിന്തയിലാണ് അവരുള്ളത്. മെന്റൽ ക്ലാരിറ്റി അവർക്ക് ഇപ്പോഴാണ് കിട്ടി തുടങ്ങിയിട്ടുള്ളത്. അവരെ ആരൊക്കെ അഡ്വൈസ് ചെയ്തതുപോലെയൊക്കെ കാണുന്നുണ്ട്. മീൻസ് അവരുടെ ചുറ്റിനുമുള്ള ആളുകളായിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് അറിയുന്ന ആളുകളായിരിക്കാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകാം. അപ്പോൾ അഡ്വൈസ് ആരുടെയൊക്കെ അവർക്ക് കിട്ടിയതുപോലെ കാണുന്നുണ്ട്. ചില ട്രൂത്തുകൾ അവർ മനസ്സിലാക്കുകയാണ്, സത്യങ്ങൾ അവർ മനസ്സിലാക്കുകയാണ്. മെന്റൽ ക്ലാരിറ്റി ഇപ്പോൾ അവർക്ക് കിട്ടി തുടങ്ങി. അപ്പോൾ അതിനനുസരിച്ച് അവരൊരു ഓർഡറിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് ഓരോ കാര്യങ്ങൾ എന്നുള്ളതാണ്. ഏസ് ഓഫ് സോർട്സ് ആണ്. വിക്ടറി ഉറപ്പായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകും. എഗെയിൻ മെന്റൽ ക്ലാരിറ്റി അവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. സക്സസ് ഉണ്ടാകും, ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകും, കാരണം അവർ ഡിസിഷൻസ് എടുത്ത് തുടങ്ങി എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു തേർഡ് പാർട്ടി ഉള്ളതിൻ്റെ ഒരു സ്റ്റക്കാണ് കാണുന്നത്. ചില ആളുകളുടെ ലൈഫിലുള്ള തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളാണെങ്കിൽ അങ്ങനത്തെയൊക്കെ അവർക്ക് സ്വയം ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റും. അത് ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളായിരിക്കും, കരിയർ റിലേറ്റഡ് ആയിരിക്കും. പക്ഷെ ഒരു വ്യക്തിയുടെ എനർജി അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികളുടെ എനർജി തേർഡ് പാർട്ടി ആയിട്ട് വരുമ്പം അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളാണ് അവിടെ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നതെങ്കിൽ ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നിങ്ങൾക്ക് തരുന്ന അതേ വാല്യൂ ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കൊടുക്കേണ്ടി വരുമായിരിക്കും. അപ്പം അങ്ങനെയാണ് കാണുന്നത്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമാണ് കുറച്ചൊരു ലേറ്റ് ആയിട്ട് അവരുടെ ഡിസിഷൻസ് വരുന്നത്. ഡിസിഷൻ എടുക്കുന്നുണ്ട്, പക്ഷെ അത് ആക്ഷൻ ആയിട്ട് വരുന്നത്. ബോട്ടം ഓഫ് ദ ഡെക്ക് ഇവിടെ 5 ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. അവർ തേർഡ് പാർട്ടിയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മൂവ് ഓൺ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുന്നത് ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോൾ ഈ പേഴ്സൺ എലോൺ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അവർ നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുകയാണ് ആ ഒരു സമയത്ത്. മാപ്പ് ചോദിക്കുന്നുണ്ട്, മനസ്സിൽ അവർ നിങ്ങളുടെ അടുത്ത് നല്ല രീതിക്ക് മാപ്പ് ചോദിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ അത്രയും വേദനിപ്പിച്ച ഒരാളായതുകൊണ്ടായിരിക്കാം അവർ നിങ്ങളുടെ അടുത്ത് മാപ്പ് ചോദിക്കുന്നത്. ഓക്കെ, ആ ഒരു മനസ്സിൽ അവർ മാപ്പ് ചോദിക്കുന്നത് നിങ്ങളുടെ സോളിനെ അത് അക്സെപ്റ്റ് ആവുന്നുണ്ടാവുമായിരിക്കും. അങ്ങനെ അവരുടെ സോൾ അവിടെ ഇരുന്നിട്ട് മാപ്പ് ചോദിക്കും, അവർ മനസ്സറിഞ്ഞ് മാപ്പ് ചോദിക്കും. അല്ലെങ്കിൽ മനസ്സിൽ അവർക്ക് റിഗ്രറ്റ് ഉണ്ടാകുമ്പം, നിങ്ങൾ സ്നേഹം തോന്നുമ്പം നിങ്ങളുടെ സോളിന് അത് മനസ്സിലാകും, നിങ്ങളുടെ സോള് ക്ഷമിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്ഷമയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അവരെത്ര വലിയ ദ്രോഹം ചെയ്താലും നിങ്ങൾക്ക് എഗെയിൻ അവരോട് സ്നേഹം തോന്നുന്നുണ്ടാവുമായിരിക്കും. ഓക്കെ, അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് ആ പേഴ്സൺ മാപ്പ് ചോദിക്കുന്നതുകൊണ്ടും നിങ്ങളുടെ സോൾ അത് ക്ഷമിച്ചു കൊടുക്കുന്നതുകൊണ്ടുമാണ് കേട്ടോ. 7 ഓഫ് കപ്സ് ആണ്. ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളത്. ഇപ്പോഴും അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഒരുപാട് കടമകൾ ചെയ്യാനുണ്ട്. തേർഡ് പാർട്ടീസ് ഒരുപാട് പേരുണ്ട് നിങ്ങളുടെ ഇടയിൽ. നെഗറ്റീവ് പറയുന്ന തേർഡ് പാർട്ടീസിനെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഇടയിൽ എക്സ്ട്രാ മരിറ്റൽ റിലേഷൻഷിപ്പ് കാണുന്നുണ്ട് നിങ്ങളുടെ ഇടയിൽ. അങ്ങനെയുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളതുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കണ്ട ഒരു പാമ്പിനെയാണ് കാണിച്ചിട്ടുള്ളത്. അതായത് നെഗറ്റീവായിട്ട് കുത്തിക്കൊടുക്കുന്ന ആളുകൾ, ബാക്കിൽ നിന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മാറ്റാൻ വേണ്ടിയിട്ട് വിഷപ്പാമ്പുകളെ പോലെ നിൽക്കുന്ന ആളുകളും നിങ്ങളുടെ ഇടയിലുണ്ട് തേർഡ് പാർട്ടീസ് ആയിട്ട് എന്നുള്ളതാണ്. 9 ഓഫ് കപ്സ് ആണ്. വളരെയധികം അട്രാക്ഷൻ നിങ്ങളുടെ അടുത്ത് ഈ പേഴ്സണ് തോന്നുന്നുണ്ട്. അഡിക്ഷൻ ആയി പോവാണ്.
നിങ്ങളിൽ തന്നെ ഇങ്ങനെ അഡിക്ഷൻ ആയി പോവാണ്. ഈ പേഴ്സൺ എന്നെ അറിയില്ല എന്തുകൊണ്ടാണ് ഇത്രത്തോളം ഇങ്ങനെ നിങ്ങളിൽ ഇങ്ങനെ ആഴത്തിൽ ഇറങ്ങിയിരിക്കുന്നത്, ഇവരുടെ ഒരു ഇവരിങ്ങനെ ഡിപ്പെൻഡഡ് ആയി പോകുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ഈ പേഴ്സൺ അറിയില്ല. പക്ഷെ ശരിക്കും നിങ്ങൾ തമ്മിൽ ഒന്നിക്കേണ്ട, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ കണക്ഷനാണ് വന്നിട്ടുള്ളത്, ഒരു സോൾ കണക്ഷനാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും റിയാലിറ്റിയിൽ നിന്ന് എത്രയൊക്കെ വിട്ടു നിന്നാലും നിങ്ങളുടെ സോളുകൾ തമ്മിൽ ഇങ്ങനെ അടുത്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് വേൾഡ് കാർഡാണ്. ഒരു ഫുൾഫിൽമെൻറ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകും. പക്ഷെ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകും. ഒരുപാട് കാര്യങ്ങൾ നടക്കും. പക്ഷെ ഫുൾഫിൽമെൻറ്റ് എന്തായാലും നിങ്ങൾക്ക് അവസാനമായിട്ട് ഉണ്ടാകും. നിങ്ങളിലേക്ക് ആ പേഴ്സൺ റിയൂണിയൻ പോസിബിലിറ്റി ഇവിടെ എന്തായാലും എസ് ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജിയാണ് നമ്മൾ നോക്കിയത്. നിങ്ങളുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.